modes of transport. Okay. Modes of transport. Road transport. Next rail. അതായത് ട്രാൻസ്പോർട്ട് അവിടെ വേണ്ടത് കേട്ടോ. ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ആൻഡ് miscellaneous modes. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ്? റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് മൈ പോസിബിൾ ടു ബി മീൻസ് എ പാക്ക് ആനിമൽസ് ലൈക്ക് ഹോഴ്സ്, ക്യാമൽ, bullock and mules, donkeys, etc. Vehicle drawn by animals, bullock cart, horse drawn cart and camel drawn carts. Motor vehicle, trucks, van. ട്രാൻസ്പോർട്ടാണ് പറയുന്നത്. പണ്ടത്തെ ട്രാൻസ്പോർട്ടിൽ എന്താണ്? കാളവണ്ടി, പിന്നെന്താണ്? കുതിരപ്പുറത്ത് പോവുക, കഴുതപ്പുറത്ത് കൊണ്ടുപോകുക, ഇതൊക്കെ എന്താണ്? ട്രാൻസ്പോർട്ടാണ്. ഇത് കറക്റ്റായി കൊടുത്തിട്ടുണ്ട് അല്ലേ? ട്രാൻസ്പോർട്ട് ബൈ റോഡ് മേ ബി പോസിബിൾ ബൈ മീൻസ്. റോഡിലൂടെ പോകുന്ന ട്രാൻസ്പോർട്ടിനെ എങ്ങനെയൊക്കെ പോസിബിൾ ആക്കാൻ പറ്റും? പാക്ക് ആനിമൽസ് ലൈക്ക് ഹോഴ്സ്, ക്യാമൽ, ബുള്ളക്ക്. ഹോഴ്സ് ആണ് കുതിര, ബുള്ളക്കിലെ നമ്മൾ കാളവണ്ടി. ക്യാമൽസ് മീൻസ് അത് ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ. നെക്സ്റ്റ് കൊടുത്തത് ഡോങ്കി, കഴുതകൾ. ഓക്കെ, വെഹിക്കിൾ ഡ്രോൺ ബൈ ആനിമൽസ്. അതിനെന്താ പറയുക? വെഹിക്കിൾ ഡ്രോൺ ബൈ ആനിമൽസ്. ഓക്കെ, എക്സാമ്പിൾ ബുള്ളക്ക് കാർട്ട്സ്. ബുള്ളക്കിൻ്റെത് ബുള്ളക്ക് കാർട്ട്സ്, ഹോഴ്സിൻ്റെ ഹോഴ്സ് ഡ്രോൺ കാർട്ട്, ക്യാമൽ ഡ്രോൺ കാർട്ട്. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ, ട്രക്സ്. മോട്ടോർ വെഹിക്കിളിൻ്റെ എക്സാമ്പിൾസ് ട്രക്സ്, വാൻ, ടെംപ്റ്റസ് ആൻഡ് ഹവർ യൂസ് ഓഫ് പാക്ക് ആനിമൽസ് ഓഫ് അർബൺ ഏരിയാസ്. ദീസ് ആർ സ്ലോ മൂവിങ് മീൻ. അതായത് അർബൺ ഏരിയ ആനിമൽസ് ആർ ലിമിറ്റഡ് ഓൺലി ദ റൂറൽ ഏരിയ ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ലോക്കൽ അതായത് റൂറൽ ഏരിയയിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ക്യാമല്, ബുള്ളക്ക്, ഹോഴ്സും ഒക്കെ പറഞ്ഞില്ലേ. പക്ഷേ അർബൺ ഏരിയയിലേക്കാണെങ്കിലോ, അതായത് നമ്മളെ പട്ടണത്തിലേക്കാവുമ്പോൾ വെഹിക്കിൾസ് മാറുന്നുണ്ട്. To moving means to wherever more vehicles can be brought to this means road are not preferred. റോഡ് ട്രാൻസ്പോർട്ടിൽ വരുന്ന പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ഓക്കെ, റോഡ് ട്രാൻസ്പോർട്ട്. ലാർജ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡീലേഴ്സ് ഓഫ് ഗുഡ് ഓഫൺ യൂസ് ദെയർ ഓൺ മോട്ടോർ ട്രക്സ് ആൻഡ് ഡെലിവറി വാൻസ് ഓൺ അതർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട്. അതായത് ഇതെങ്ങനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരട്ടെ? വെഹിക്കിളിനെ എങ്ങനെ നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവരിക? റോഡ് ട്രാൻസ്പോർട്ട് എങ്ങനെ ബിസിനസ്സിലേക്ക് വരിക? അതായത് റോഡ് ട്രാൻസ്പോർട്ടിലൂടെ ഒരു പക്ഷേ ഒരു കസ്റ്റമർ അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത് സ്വന്തം വണ്ടിയിലായിരിക്കും, ഒരു പക്ഷേ വേറെ എന്തെങ്കിലും വാടക വണ്ടിയിലായിരിക്കും ഇതിൽ പറയുന്നത് അല്ലേ. വെഹിക്കിൾ ഓൺഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. അതായത് വെഹിക്കിളിൻ്റെ ഉടമസ്ഥർ ആരായിരിക്കും? ആ പ്രൊഡ്യൂസേഴ്സ് തന്നെ ആയിരിക്കും. are not to put use whenever required. A separate department of generally interested to task of proper maintenance of the vehicle and regulating their movement. അതിൻ്റെ വെഹിക്കിൾസിൻ്റെ എന്താണ് മെയിൻ്റെനൻസും ആൻഡ് റെഗുലേറ്റിംഗ് ഓഫ് ദർ മൂവ് ഓൺ റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് പ്രൊഡ്യൂസറിനാണെങ്കിൽ അദ്ദേഹം തന്നെ അതെല്ലാം നോക്കി നടത്തണം എന്നാണ് പറയുന്നത്. ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് മോട്ടോർ ട്രാൻസ്പോർട്ട് ബൈ റോഡ്. പലതരം അഡ്വാൻറ്റേജസ് ഉണ്ട് മോട്ടോർ വെഹിക്കിൾ റോഡിലൂടെ. ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ഓഫ് മോട്ടോർ ട്രാൻസ്പോർട്ട് ബൈ റോഡ്. റോഡിലൂടെ മോട്ടോർ വെഹിക്കിൾ പോകുമ്പോൾ അതിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ യൂസർ ഗെറ്റ് കംപ്ലീറ്റ് സർവീസ് ഓൺ ബൈ വെയർ ലോഡിംഗ് ടു ഗുഡ്സ്. അല്ലെ, നമ്മൾ കംപ്ലീറ്റ് സർവീസാണ് by loading of goods and location and unloading at the expected place of where required. The time of loading and unloading can also be adjusted according to convenience. The truck service can be arranged for quantities of goods. Besides, transport operators search number of places on way for loading and unloading. ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അളവുകൾ, എന്തൊക്കെ ലോഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇറക്കുന്നത്, എത്ര ദൂരം പോകണം, എന്താണ്, എല്ലാം നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നു? There are several advantages in ഉൾപ്പെടും. അതെല്ലാം ഒരു കണക്കുണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് മോട്ടോർ ട്രാൻസ്പോർട്ട് സ്പീഡ് ആസ് വെൽ ആസ് ചീപ്പർ. നല്ല അത്യാവശ്യം എന്താണ് മോട്ടോർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഓവർ എക്സ്പെൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഗുഡ്സ് നോട്ട് ഹാഡ് ടു ലോഡ് ടു അൺലോഡർ മോർ ദാൻ വൺ. അതായത് ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാനൊക്കെ എന്താ പ്രൊഡ്യൂസർക്ക് തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ദ റെഗുലർലി ടു സർവീസ് ഷെഡ്യൂൾസ് ഓപ്പൺ. അത് റെഗുലർലി സർവീസ് ആണെങ്കിൽ അത് വളരെ നേട്ടം തന്നെയാണ്.
The pressure of railway support has been overtaken by road spy, which also serves feeder to railways. റെയിൽവേസിൽ എന്ത് നമുക്കറിയാം, റെയിൽവേസിൽ ഗുഡ്സ് വണ്ടി പോകണം നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിൻ്റേതായ നേട്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് പറയുന്ന ലിമിറ്റേഷൻസ്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെങ്കിൽ അതിനൊരു ഡിസഡ്വാൻറ്റേജസ്, അതിനാണ് ലിമിറ്റേഷൻസ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ദർ ആർ സം ലിമിറ്റേഷൻസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഔട്ട്ലൈൻ ബിലോ. സർവീസ് മേ ബി ഡിലൈഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബ്രേക്ക് ഡൗൺ ടു വെഹിക്കിൾ ഓൺ റോഡ് കൺസെഷൻ. ആൻഡ് ദർ ഇസ് നോ യൂണിഫോമിറ്റി ഓഫ് റേറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഏജൻസി. ഈ നമ്മൾ വണ്ടിയിൽ നമ്മുടെ ഏജൻസീസ് ഓരോ വണ്ടിയിൽ കയറ്റി പോകാൻ വണ്ടികളെ വെക്കുമ്പോൾ എന്തില്ല, അതിനൊരു യൂണിഫോമിറ്റി ഇല്ല. ദർ ഇസ് നോ യൂണിഫോമിറ്റി ഓഫ് റേറ്റ്. വണ്ടിക്ക് വാടകൻ്റെ പൈസ കൊടുക്കുമ്പോൾ അതിന് റേറ്റിന് എന്തില്ല, ഒരു യൂണിഫോം. പലതുമാണ് വാങ്ങുന്നത്. അപ്പോൾ അതൊന്ന് ഡിസ്അഡ്വാൻറ്റേജസ്. ദ കേസ് ഓഫ് സ്മോൾ ഓപ്പറേറ്റർ ദർ ഇസ് നോ ഫിക്സഡ് ടൈം ഷെഡ്യൂൾ ടു ദ സർവീസ് നോട്ട് ഡിപ്പെൻഡബിൾ. അതായത് ചെറിയ ഇടനില കച്ചവടക്കാർക്ക് അപേക്ഷിച്ച് അവർക്ക് ടൈം വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നൊരു മേഖലയാണ് ഈ റോഡ് ട്രാൻസ്പോർട്ട്. Then adequate protection against loss and damage, often lacking of risk of insured easily. അതായത് റിസ്ക് ഏറ്റെടുക്കാൻ വല്ല തയ്യാറൊന്നുമല്ല. ആരാണോ പ്രൊഡ്യൂസർ അവർക്ക് തന്നെ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ചില റിസ്കിൻ്റെ ആ ഭാഗത്തും ചില വീഴ്ചകൾ ഉള്ളത് കൊണ്ട് ഇതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നു. ഫോർ അവർ ഹെവി ആൻഡ് ബൾക്കി ലോഡ്സ് ടു ക്യാരിഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്, ഓൾസോ ഫോർ ഗുഡ്സ് ഓർ സ്മോൾ വാല്യൂ ഓഫ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഗുഡ്സിൽ ഈ വണ്ടിയായിട്ട് പോയ അർജുൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ചെക്കനെ കാണാതായതും കേരളം മൊത്തം കണ്ണീരിലാഴുന്ന അവനെ കാക്കുന്നത് ട്രാൻസ്പോർട്ടായിട്ട്. ഇതൊരു ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ട്രേഡായി ബന്ധപ്പെട്ട് ഓവർലോഡായിട്ട് ദൂരെ സ്ഥലത്തേക്ക് പോയതാണ് അർജുൻ. ഓക്കെ, അങ്ങനെ അർജുൻ തിരിച്ചു വരാൻ നേരം വൈകുന്നതും അങ്ങനെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് അതേപോലെ ലോഡ് പോകുന്നതും ഓവർലോഡ് ആവുന്നതും അങ്ങനെ അത് റിസ്കി ആയിട്ട് അപകടപ്പെടുന്നതും പിന്നീട് അതിന് തുമ്പും വാലും ഇല്ലാതാവുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ അർജുൻ്റെ വാഹനാപകടം. ഓക്കെ, നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. എങ്ങനെയൊക്കെ സ്യൂട്ടബിൾ ആക്കാം, എങ്ങനെയൊക്കെ നമുക്ക് അഡ്വാൻറ്റേജസ് ആക്കാം. ഫോർ സ്മോൾ കൺസൈൻമെൻറ്റ് ഓഫ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, വേർ സ്പീഡി മൂവ്മെൻറ്റ് റിക്വയർഡ് ഓൾ ദ ഡിസ്റ്റൻസ് ഷോർട്ട്. നെക്സ്റ്റ് വെൻ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് ആർ റിക്വയർഡ് ദ ലൊക്കേഷൻ ഇസ് അവേഴ്സ് കൺവീനിയൻറ്റ് ബട്ട് ദ സെൻറ്റർ ഓഫ് റിസീവർ ഗുഡ്സ്. അപ്പോൾ അത് for handling goods of form of railway station and sliding is feeder to service and hilly mountains very risky of railway transport. അതായത് എങ്ങനെ നോക്കിയാൽ ഹില്ലി ഏരിയയിലൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് പോകുമ്പോഴും ഒക്കെ വളരെ റിസ്ക്കാണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാലും ലിമിറ്റേഷൻസ് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. അഡ്വാൻറ്റേജസ് അല്ല, ഡിസ്അഡ്വാൻറ്റേജസ് അല്ലേ. കോട്ടങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. അതേപോലെ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല, അതിന് എന്തൊക്കെയുണ്ട് നിയന്ത്രണങ്ങൾ, അതും എന്താണ് ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ റിസ്കി ലോഡ് ആൻഡ് അൺലോഡിങ് റിസ്കി വാല്യുബിൾ ഏരിയ നമ്മൾ വായിച്ചു. അതിന് എക്സാമ്പിളാണ് നമ്മൾ അപ്ഡേറ്റ്സ് ന്യൂസ് നിങ്ങൾക്കറിയാം. നമ്മൾ അർജുനെ കാണാതായതൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കാരണം വേറൊരു സ്റ്റേറ്റിലേക്ക് ദൂരെ ലോഡ് കയറ്റി പോയിട്ട് അതിന് റിസ്ക്കിയാണ്. കാരണം ആ വണ്ടി എന്തായി ഏതായെന്ന് അറിയാതെ കേരളം മൊത്തം കാത്തിരുന്ന നിമിഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ അപ്ഡേറ്റ്സ് എന്താ പറയുക, നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കണ്ട വാർത്തയാണ്. അർജുനെ പറ്റി പെട്ടെന്ന് നമുക്കൊരു തിരോധാനം പോലെ തോന്നിയിരുന്നു. പിന്നീട് ഇന്ന് ഗവൺമെൻറ് അത് റിക്കവർ ചെയ്ത് വന്നെങ്കിലും കുറച്ച് സമയം എന്താ ചെയ്തു, അവിടെ ഒരു ദുരൂഹത പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു റിസ്കി ജോബാണ്. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് സാധനങ്ങൾ ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ഒരു റോഡും റെയിൽവേസും. ഇപ്പോൾ ഇനിയിപ്പോൾ അർജുൻ്റെ വണ്ടി മാത്രമല്ല, റെയിൽവേസ് അത് തീവണ്ടി അത് എങ്ങോട്ടും മാറാം. റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് മാറി. ഇത് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ അർജുൻ്റെ ആ ഒരു സംഭവം റിസ്കി ജോബാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.